കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന കോർപ്പറേറ്റ് ടാക്സിന്റെയും വാറ്റിന്റെയും ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ IFRS പ്രകാരമായിരിക്കണം നമ്മുടെ കോർപ്പറേറ്റ് ടാക്സിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് IFRS പ്രകാരമായിരിക്കണം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രസന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ IFRS 16 ലീസിന്റെ ഒരു കേസിൽ എക്സാമ്പിളും പറഞ്ഞ എക്സാമ്പിൾ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലീസ് അല്ലെങ്കിൽ റെന്റ് കൊടുക്കുന്നു, അഡ്വാൻസ് ആയിട്ട് റെന്റ് കൊടുക്കുന്ന കേസിൽ അതിന് പ്രീപെയ്ഡ് എക്സ്പെൻസും ആയിട്ടും ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ടും റെന്റ് എക്സ്പെൻസും ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളതായിരുന്നു. അങ്ങനെ ലോങ് ടേം കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുകളിലേക്ക് വരുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള എമൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ ഇടുന്ന പോലെ റെന്റ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു വർഷത്തെ ടെനൻസി കോൺട്രാക്ട് മാത്രമേ, ലീസ് അഗ്രിമെന്റ് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് ഇന്റൻഷൻ ടു റിന്യൂ ഉണ്ട്, മോർ ദാൻ 1 ഇയറിലേക്ക് ഇന്റൻഷൻ ടു റിന്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഈ പറയുന്ന റെന്റിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ വേണ്ടി പാടില്ല. അതായത് P&L അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, FTA കൊടുക്കുന്ന സമയത്ത് ഇൻസ്റ്റെഡ് ഓഫ് റെന്റ് എക്സ്പെൻസിന് പകരം, റെന്റ് എക്സ്പെൻസ് കാണിക്കുന്നതിന് പകരം നമ്മൾ എന്ത് കാണിക്കണം, നമ്മൾ ഡിപ്രിസിയേഷൻ ഓഫ് റൈറ്റ് ഓഫ് യൂസ് അസറ്റും ലീസിന്റെ ഇൻട്രസ്റ്റ് ഓൺ ലീസ് ലയബിലിറ്റി ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞ സമയത്തായിരുന്നു നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഷെഡ്യൂൾ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായി. അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു ക്ലാസ് ആയിരിക്കും ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ IFRS 16 ആണ് അതിന് ആപ്ലിക്കബിൾ ആയിരുന്ന IFRS എന്ന് പറയുന്നത്. IFRS 16 പ്രകാരം എങ്ങനെയാണ് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ലെറ്റ്സ് സേ എന്റെ കമ്പനി ഒരു ഓഫീസ് സ്പേസ് നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്റെ കമ്പനിക്ക് ഒരു വെയർ ഹൗസിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സ്പേസ് എടുത്തു എന്ന് കരുതുക. ആ വെയർ ഹൗസ് സ്പേസിന് ഞാൻ എത്ര കൊടുക്കുന്നു, 1,50,000 അല്ലെങ്കിൽ 1,45,000 വെച്ചിട്ട് ഓരോ വർഷം 2025, 26, 27, 28, 29 വരെ 2030 വരെ എന്ത് ചെയ്യുന്നു, 1,40,000 വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ പേ ഔട്ട് ചെയ്യുന്നത്. ഈ പേ ഔട്ട് ചെയ്യുന്നത് റെന്റ് എക്സ്പെൻസ് ഒരു ടെനൻസി കോൺട്രാക്ടിനകത്താണ്. അതായത് ടെനൻസി കോൺട്രാക്ടിനകത്ത് പറയുന്നുണ്ട് 2025 to 2030 വരെയുള്ള ഒരു ടെനൻസി കോൺട്രാക്ട് പീരീഡ് പറയുന്നുണ്ട്. 1,44,000 ഞാൻ എന്ത് പറയുന്നു, ഞാൻ അതിന് പെർ ഇയറിൽ റെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 8,70,000 എന്ത് ചെയ്യുന്നു. അതായത് മൊത്തത്തിൽ റെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന 2025 തൊട്ട് 2030 വരെ 8,70,000 ദിർഹംസ് ആണ്. അത് 2025-ലും 26-ലും 27-ലും 28-ലും 30-ലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പേ ഔട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ 1,44,000 ഈക്വൽ ആകാം, ഇനി എല്ലാം എന്നുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പൊ അങ്ങനെ പേ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ട്രീറ്റ് ചെയ്യാറുള്ള എങ്ങനെയായിരുന്നു, ഇവയെ പിടിച്ചിട്ട് പ്രീപെയ്ഡ് എക്സ്പെൻസിലേക്ക് കൊണ്ടുപോകും അല്ലെ. പ്രീപെയ്ഡ് എക്സ്പെൻസിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് എന്ത് ചെയ്യും, ഓരോ വർഷവും പ്രീപെയ്ഡ് എക്സ്പെൻസിന് കട്ട് ചെയ്തിട്ട് നമ്മൾ റെന്റ് എക്സ്പെൻസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഇപ്പൊ നമ്മുടെ റെന്റൽ കമ്പനിയുടെ പേര് ABC LLC ആണെന്നുണ്ടെങ്കിൽ പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് അപ്പ് ടു ABC LLC എന്ന് പറയുന്ന ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യും. ആസ് ആൻഡ് വെൻ നമ്മൾ അത് പേ ചെയ്യുന്ന സമയത്ത് ABC LLC ഡെബിറ്റ് ചെയ്തിട്ട് ക്യാഷ് ഔട്ട് ബാങ്ക് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന എമൗണ്ടിനെ ഏത് വർഷത്തിലേക്കാണോ കറസ്പോണ്ട് ചെയ്യുന്നത് ആ വർഷം നമ്മൾ എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എക്സ്പെൻസ് വരുന്നു, ബാലൻസ് ഷീറ്റിനകത്തുനിന്ന് അസറ്റ് റെഡ്യൂസ് ആയിട്ട് പോകും. ഇതായിരുന്നു നമ്മൾ സാധാരണ ഓൾഡ് സ്കൂളിൽ ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനകത്തുനിന്ന് വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ IFRS 16 പ്രകാരം ചെയ്യാൻ വേണ്ടി പോകുന്നത്. IFRS 16 അല്ലെങ്കിൽ ലീസിന്റെ റൂള് പ്രകാരം പറയുന്നത്, നിങ്ങൾക്ക് എത്രയാണോ പേ ഔട്ട് വരുന്നത്, അതിന്റെ പ്രസന്റ് വാല്യൂ ഫാക്ടർ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതിന്റെ പ്രസന്റ് വാല്യൂ എന്താ, പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞത് ഇപ്പോ ഇന്നത്തെ ഡേറ്റ് ഞാൻ കൊടുക്കുന്നത് 2030-ലും 2029-ലും 2028-ലൊക്കെ ആയിരിക്കും ഞാൻ പേയ്മെന്റ് കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ അതിന് ഇന്നത്തെ ഒരു വാല്യൂ ഉണ്ട്. എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കുക, PV ഫാക്ടർ ഉണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ ഈ കോൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ, ഞാന് ഇന്ന് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ബാങ്കിൽ ഒരു നോർമൽ റിട്ടേൺ കിട്ടുന്ന ഒരു ബാങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അത് റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു മാർക്കറ്റ്, റിസ്ക് ഫ്രീ RFO പറയുന്നത്, ആ റിസ്ക് ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റിനകത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് 2030 ആകുമ്പോഴത്തേക്കും എനിക്ക് എത്ര കിട്ടും, 1,44,000 റുപ്പീസ് കിട്ടും. അതായത് 2025 ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു
1,13,611.29 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയണ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രകാരം ഇപ്പൊ ഞാൻ എടുത്തിരിക്കണ 5% ഇൻട്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. 5% ഇൻട്രസ്റ്റ് വെച്ചിട്ട് കൂട്ടി 2025-ലും 26-ലും 27-ലും 28-ലും 29-ലൊക്കെ ഇൻട്രസ്റ്റ് വരുമ്പോൾ അത് എറ്റ് എൻഡിൽ എത്രയായിട്ട് മാറും? 1,45,000 ആയിട്ട് മാറും. അങ്ങനെ നോക്കിയിട്ട് ആ ഒരു പ്രസന്റ് വാല്യൂ വെച്ചിട്ട് പി വി ഫാക്ടർ നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയണ 2025 തൊട്ട് 2030 വരെ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന പേയ്മെന്റിന്റെ പ്രസന്റ് വാല്യൂ എന്ത് ചെയ്യുന്നു? നമ്മൾ അറൈവ് ചെയ്യുന്നു. എന്താ അറൈവ് ചെയ്യുന്നത്? 2025 മുതൽ 2030 വരെ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന പേയ്മെന്റ്സിന്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ്. അത് നമ്മുടെ ഡിസ്കഷൻ, മാനേജ്മെന്റ് ഡിസ്കഷൻ എന്നല്ല, സോറി മാനേജ്മെന്റ് ഡിസ്കഷൻ ആണ്. എങ്ങനെ നമ്മുടെ ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഇൻട്രസ്റ്റ് റേറ്റ് ആവാം, അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഒരു യൂണിഫൈഡ് ആയിട്ട് ഫോളോ ചെയ്യുന്ന 3%, 4%, 5% നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഇൻട്രസ്റ്റ് റേറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് എന്താണ് ഈ പറയണ ഓവർ ദ പീരീഡ് 2025, 26, 27, 28, 30 വരെയുള്ള ഫിനാൻഷ്യൽ പീരീഡില് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്ന പേയ്മെന്റിന്റെ, ഇതിപ്പോ യുണീക്ക് 1,45,000 ഒന്നാണില്ല കേട്ടോ, ചിലപ്പോൾ 1,50,000 ആകാം ഏതെങ്കിലും ഒരു വർഷം. കാരണം രണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. രണ്ട് നമുക്ക് എന്താണ് ചിലപ്പോൾ റെഡ്യൂസ് ആവാനും ചാൻസ് ഉണ്ട്. അതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഡിപ്പെൻസ് അപ്പോൺ മാർക്കറ്റ് അല്ലെങ്കിൽ ടെനൻസി കോൺട്രാക്ട് പ്രകാരമായിരിക്കും. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റിന് നമുക്ക് ഇന്നത്തെ ഡേറ്റിൽ, അതായത് 0 പോയിന്റ് ഓഫ് ടൈമിൽ എനിക്ക് എത്ര വാല്യൂ ഉണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഡിറൈവ് ചെയ്യണം. അങ്ങനെ ഡിറൈവ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ 8,04,311.05, അതായത് 2030 ആകുമ്പോഴത്തേക്ക് ഞാൻ കൊടുത്തു തീർക്കുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് 9 ലക്ഷം. ഇപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം തന്നെയാണെന്നുണ്ടെങ്കിൽ 8,70,000 രൂപയാണെന്നുണ്ടെങ്കിൽ അതിന് ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞ എത്രയാണ്? 7,72,774.12 ദിർഹംസ് ആണ്. എന്താ ചെയ്തത്? നമ്മൾ ടോട്ടൽ കൊടുക്കാൻ വേണ്ടി പോകുന്ന ഓവർ ദ 2025 തൊട്ട് 2030 വരെ കൊടുക്കാൻ വേണ്ടി പോകുന്ന പേയ്മെന്റിന് നമുക്ക് ഇന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വാല്യൂ, അല്ലെങ്കിൽ ഇന്നത്തെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 7,72,774.12 ദിർഹംസ് ആണ്. അതെങ്ങനെയാ കണ്ടുപിടിച്ചത്? യൂസിങ് പ്രസന്റ് വാല്യൂ ഫാക്ടർ. എങ്ങനെയാ കണ്ടുപിടിക്കുക? 1 ആയിട്ട്, അതായത് കറന്റ് ഇയർ ഏത് വർഷമാണോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് അത് എത്രയായിരിക്കും? അതിന്റെ പ്രസന്റ് വാല്യൂ 1 ആയിരിക്കും. ഇനി 5% അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100 ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഫാക്ടർ ഓക്കെ എത്രയാണോ നമ്മുടെ വരുന്ന എമൗണ്ട്, അതായത് 1 ഡിവൈഡഡ് ബൈ എത്രയാണ്? 105 100 എടുത്തു കഴിഞ്ഞാൽ 5% പലിശ അല്ലെങ്കിൽ 5% പി വി ഫാക്ടർ ഫസ്റ്റ് ഇയറിന്റെ സെക്കൻഡ് ഇയറിന് കിട്ടും. അതേപോലെ തന്നെ 0.9524 ഡിവൈഡഡ് ബൈ 105 100 എടുക്കുമ്പോൾ നമുക്ക് തേർഡ് ഇയറിന്റെ പ്രസന്റ് വാല്യൂ ഫാക്ടർ കിട്ടും. അതേപോലെ തന്നെ ഫോർത്ത് ഇയറിന്റെ 0.9070 ഡിവൈഡഡ് ബൈ 105 100 സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ വർഷത്തെ പി വി ഫാക്ടർ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അത് അങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾ ChatGPT ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനായിട്ട് ഇട്ട് കൊടുത്തിട്ട് 5ന്റെ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് 5ന്റെ പി വി ഫാക്ടർ ഇത്ര വർഷത്തേക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അത് കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരും. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഈ പറയണ 2025 തൊട്ട് 2030 വരെ കൊടുക്കാൻ വേണ്ടി പോകുന്ന പേയ്മെന്റുകളുടെ പ്രസന്റ് വാല്യൂ ഇന്ന് ഡിറൈവ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ് നമ്മൾ എവിടെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ ബാലൻസ് ഷീറ്റില് അസറ്റ്, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി ലീസിന്റെ അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എത്രയാണ്? 7,72,774.24 നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബാലൻസ് ഷീറ്റില് റൈറ്റ് ഓഫ് യൂസ് അസറ്റ് ആയിട്ട് എഴുതും. എങ്ങനെ എഴുതിയത്? നമ്മൾ ഓവർ ദ പീരീഡിൽ കൊടുക്കാൻ വേണ്ടി പോകുന്ന പേയ്മെന്റിന് പ്രസന്റ് വാല്യൂ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പി വി ഫാക്ടർ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ഇന്നത്തെ വാല്യൂവിന്, അതായത് 7,72,774.12 ആണ് എന്റെ എന്തെന്ന് പറയുന്നത്? എന്റെ അസറ്റും എന്റെ ലയബിലിറ്റിയുടെയും ഇന്നത്തെ വാല്യൂ. അപ്പോ അതേ എമൗണ്ട്, സെയിം എമൗണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? റൈറ്റ് ഓഫ് യൂസ് അസറ്റ് ആയിട്ടും സെയിം എമൗണ്ട് ഞാൻ എവിടേക്ക് ഇടും? ലീസ് ലയബിലിറ്റി ആയിട്ടും ആദ്യം ഈ ഒരു കമ്പ്യൂട്ടേഷൻ നടത്തിയതിനു ശേഷം ഒരു എൻട്രി ഞാൻ എന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് പാസ് ചെയ്യും. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കേസ്, റൈറ്റ് ഓഫ് യൂസ് അസറ്റിന് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തിരിക്കണം? എന്താ ചെയ്യാ? ബാലൻസ് ഷീറ്റ് അസറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സാധാരണ? ഹലോ, എന്താ ചെയ്യാ അസറ്റിനെ? പറഞ്ഞോ, സംസാരിച്ചോ. ബാലൻസ് ഷീറ്റ് അസറ്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? ഡിപ്രിഷിയേറ്റ് ചെയ്യണ്ടേ? വേണ്ടേ വിഷ്ണു? ഹലോ ഹലോ.
ഡിപ്രിസിയേഷൻ നമ്മള് പാസ് ചെയ്യണം അല്ലെ. അപ്പൊ ഡിപ്രിസിയേഷൻ ചെയ്യുന്നത് എങ്ങനെയാ? നിങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കണം നിങ്ങളുടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം എന്ത് ചെയ്യുക, അതായത് 7,72,774.12 എന്ന് പറയുന്ന എമൗണ്ട് എത്ര വർഷത്തിലേക്ക് വേണ്ടിയിട്ടാ? ഇവിടെ 2025 തൊട്ട് 2030 വരെ 6 ഇയേഴ്സിന് വേണ്ടിയിട്ടാ. അങ്ങനെയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 6 എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പറയുന്ന എമൗണ്ടിനെ ഓരോ വർഷവും ഈക്വലി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രിഷിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ എത്ര വരും? ഒരു വർഷത്തിലെ ഓരോ വർഷത്തെ ഡിപ്രിസിയേഷൻ എത്ര വരും? 1,28,795.69 ആയിട്ട് മാറും. മാറില്ലേ മക്കളെ? ഇതാ എന്റെ റൈറ്റ് ഓഫ് യൂസ് അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 7,72,774.12 ആണ്. അത് ഞങ്ങൾ ഓരോ വർഷത്തിൽ വെച്ച് ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നു. 1,28,795.69 വെച്ച് ഡിപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ എന്റെ ടോട്ടൽ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്ന വാല്യൂ എത്രയായിട്ട് മാറും? 7,72,774.12 ആയിട്ട് മാറും. അങ്ങനെ ഓരോ വർഷത്തെയും ഓപ്പണിംഗ് റൈറ്റ് ഓഫ് യൂസ് അസറ്റും ആ വർഷം കൊടുക്കുന്ന ഡിപ്രിസിയേഷനും കിഴിച്ചിട്ട് ബാക്കി നെറ്റ് ബുക്ക് വാല്യൂ എന്ത് ചെയ്യും? ഇങ്ങനെ റെഡ്യൂസ് ആയിട്ട് വരും. ഇത് കണ്ടോ, ഇവിടെ നമ്മുടെ 7,72,774.12 ആയിരുന്നു എന്റെ ടോട്ടൽ അസറ്റ്. അതിൽ ആദ്യത്തെ വർഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? 1,28,795.69 നമ്മൾ ഡിപ്രിഷിയേറ്റ് ചെയ്തിട്ട് ബാക്കി ബുക്ക് വാല്യൂ എത്ര വന്നു? ലീസിന്റെ 6,43,978.43 വന്നു. അങ്ങനെ രണ്ടാമത്തെ വർഷം ഈ പറയുന്ന 1,28,795.69 കിഴിച്ചിട്ട് 5,15,182.74 വന്നു. മൂന്നാമത്തെ വർഷം ഇതേ എമൗണ്ട് തന്നെ കഴിക്കുന്നു, 3,86,000 സംതിങ് വരുന്നു. നാലാമത്തെ വർഷം 2,57,000 വരുന്നു. അഞ്ചാമത്തെ വർഷം ഇതേ എമൗണ്ട് ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നു, 1,28,795. അങ്ങനെ ആറാമത്തെ വർഷം ആകുമ്പോൾ ആ റൈറ്റ് ഓഫ് യൂസ് അസറ്റ് ഉപയോഗിക്കാനുള്ള അവകാശം അവിടെ ഡിപ്രിഷിയേറ്റ് ചെയ്ത് എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പോ 2025 നിങ്ങൾ 1,28,795 കൊടുക്കുന്നു ഡിപ്രിസിയേഷൻ ആയിട്ട്. അപ്പൊ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് എന്ത് എൻട്രി ഞാൻ പാസ് ചെയ്യും? എന്താ എൻട്രി പാസ് ചെയ്യാം? ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഓൺ റൈറ്റ് ഓഫ് യൂസ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പാസ് ചെയ്യും അല്ലെ. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഓൺ റൈറ്റ് ഓഫ് യൂസ് അസറ്റ്. അങ്ങനെ പാസ് ചെയ്തിട്ട് ഓരോ വർഷത്തെ എമൗണ്ട് ഞാൻ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നോർമൽ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ സാധാരണ പാസ് ചെയ്യാം? റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്ര വരുമായിരുന്നു? 1,45,000 വരുമായിരുന്നു അല്ലെ. 1,45,000 വരുമായിരുന്നു. നേരെ മറിച്ചിട്ട് ഇങ്ങനെയുള്ള കേസിലാണെന്നുണ്ടെങ്കിൽ റെന്റിന് പകരം നമ്മൾ എന്ത് കൊണ്ടുവരും? നമ്മള് അല്ലെങ്കിൽ IFRS ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡിപ്രിസിയേഷൻ കൊണ്ടുവരും. എത്ര എമൗണ്ട്? ആദ്യത്തെ വർഷത്തെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 1,28,795.69. എല്ലാ വർഷവും കണക്ക് തന്നെയാണ്. കൂടാതെ എന്ത് ചെയ്യുന്നു? ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഒരു ലീസ് ലയബിലിറ്റി ഉണ്ട് അല്ലെ. ലീസ് ലയബിലിറ്റി ഇല്ലേ? ഹലോ, അതെ അതെ. ആ ലീസ് ലയബിലിറ്റിക്ക് നമ്മൾ ഒരു ലയബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? പലിശ കൊടുക്കേണ്ടി വരില്ലേ? ഉണ്ടാവില്ലേ? നമ്മള് ആ പറയുന്ന ലീസ് ലയബിലിറ്റി നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ എത്ര ശതമാനമായിരുന്നു നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൺസിഡർ ചെയ്തത്? 5% ആയതായിരുന്നു നമ്മള് ഇൻട്രസ്റ്റ് റേറ്റ് കൺസിഡർ ചെയ്തത്. 0 പോയിന്റ് ഓഫ് ടൈം ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ്. IFRS 16 പറയുന്ന റൂളാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എന്ത് ചാർജ് ചെയ്യാൻ വേണ്ടി പാടില്ല? നിങ്ങളുടെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എത്രയും 1,28,795.09 എന്റെ ഇൻട്രസ്റ്റ് പോർഷൻ ഫോർ ദ ഫസ്റ്റ് ഇയർ 2025 ഇൻട്രസ്റ്റ് പോർഷൻ എത്രയായിട്ട് മാറും? 0 ആയിട്ടും മാറും. അങ്ങനെയാണെങ്കിൽ ആസ് പെർ IFRS 16 പ്രകാരം ഫസ്റ്റ് ഇയറിലെ എക്സ്പെൻസ് എത്രയായിരിക്കും? IFRS 16 പ്രകാരം ഫസ്റ്റ് ഇയറിലെ എക്സ്പെൻസ് എത്രയായിരിക്കും? ഡിപ്രിസിയേഷൻ ആയ 1,28,795.69 പ്ലസ് ഇൻട്രസ്റ്റ് പോർഷൻ ആയ 0 കൂടി ചേർക്കുമ്പോൾ 1,28,795 മാത്രമേ എന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പാസ് ആവത്തുള്ളൂ അല്ലെ. വേറെ എക്സ്പെൻസ് ഒന്നും വരില്ല. എത്രയേ വരത്തുള്ളൂ? 1,28,795 മാത്രമേ എന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് പാസ്സായി വരത്തുള്ളൂ.
നേരെ മറിച്ചിട്ട് സാധാരണ റൂൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ 2 എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എത്ര എക്സ്പെൻസ് പോകും? എത്ര എക്സ്പെൻസ് പോകും? 1,78,000 അല്ല, നോർമലി നമ്മൾ IFRS 16 ഫോളോ ചെയ്യേണ്ട കേസിൽ ഫോളോ ചെയ്തിട്ടില്ല, നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര എക്സ്പെൻസ് പോകും P&L അക്കൗണ്ടിലേക്ക്? 1,45,000 പോകും അല്ലേ? 1,45,000. ചുരുക്കി പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സിന്റെ കണ്ണിൽ നോക്കുമ്പോ, അല്ലെങ്കിൽ അസസിംഗ് ഓഫീസറുടെ കണ്ണിൽ നോക്കുമ്പോ എന്താ, 1,28,000 മാത്രമേ അവർക്ക് P&L അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ ആസ് പെർ ദ റൂൾ. കാരണം റൂൾ പ്രകാരം പറയുന്നുണ്ട് കോർപ്പറേറ്റ് ടാക്സിനകത്ത് എന്താ പറയുന്നത്, നിങ്ങൾ IFRS എന്ത് ചെയ്യണം, മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യണം. 50 മില്യൺ ടേൺ ഓവർ മുകളിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ IFRS ഫോളോ ചെയ്യണം, അതായത് കോമൺ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. 50 മില്യൺ താഴെയാണെങ്കിൽ IFRS ഫോർ SME നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ക്ലിയർ കട്ട് ആയിട്ട് പറയുന്നുണ്ട് കോർപ്പറേറ്റ് ടാക്സിന്റെ റൂളിനകത്ത്. അപ്പോ കോർപ്പറേറ്റ് ടാക്സിന്റെ റൂളിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളത് അറിയാത്തത് കൊണ്ട് സാധാരണ 2 എക്സ്പെൻസ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പെൻസ് ആയിട്ടും പ്രീപെയ്ഡ് 2 ആയിട്ടും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബുക്സിനകത്ത് എത്ര ഡിഫറൻസ് കൊണ്ടുവരും, എന്റെ എക്സ്പെൻസ് കൂടിക്കിടക്കും. എക്സ്പെൻസ് കൂടി കിടക്കുന്നുണ്ടോ വെച്ചാൽ എന്താ പ്രശ്നം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് കൂടിയിരിക്കുന്നു. 16,204.31 ദിർഹംസ് എക്സസ് ആയിട്ട് എക്സ്പെൻസ് കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ നെറ്റ് പ്രോഫിറ്റ് കുറയോ? കുറയും. നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം, ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി പോകുന്ന ടാക്സ് എമൗണ്ടിൽ മാറ്റം വരുമോ? ടാക്സിൽ മാറ്റം വരും. ടാക്സിൽ മാറ്റം വരുമ്പോ ടാക്സ് പ്രോഫിറ്റ് കുറയുമ്പോ ടാക്സ് കുറയല്ലേ ചെയ്യാ, പേ ചെയ്യാനുള്ള ടാക്സ്. ചുരുക്കി പറഞ്ഞ ഗവൺമെന്റിന് അവിടെ ഒരു റവന്യൂ ലോസ് വന്നോ? വന്നു. 2024 ഫിനാൻഷ്യൽ സബ്മിറ്റ് ചെയ്യുന്നു, അവർ അസസ്മെന്റ് എടുക്കുന്നത് ഒരു 2030 ആവുമ്പോ അസസ്മെന്റ് എടുത്തെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവരെന്ത് പറയും, നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിട്ടേൺ 2024 റിട്ടേൺ എന്താണ്, റോങ് ആണ്, നിങ്ങളുടെ കമ്പ്യൂട്ടേഷൻ പ്രകാരം അല്ലെങ്കിൽ ഇന്ന റൂൾ പ്രകാരം എന്താണ്, നിങ്ങൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ നമ്മളോട് എന്ത് പറയും, അത് നിങ്ങൾ പോയിട്ട് വോളണ്ടറി ആയിട്ട് തിരുത്താൻ വേണ്ടി പറയും. ഏത് വർഷത്തെ ഫിനാൻഷ്യല്, 2024 ഫിനാൻഷ്യൽസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ പോയിട്ട് 2030 അസസ്മെന്റ് എടുക്കുന്ന കേസാണെന്നുണ്ടെങ്കിൽ അവരെന്ത് പറയും, നിങ്ങൾ പോയി തിരുത്താൻ വേണ്ടി പറയും. അങ്ങനെ തിരുത്താൻ വേണ്ടി പറയുന്ന സമയത്ത് VD ഫയൽ ചെയ്യേണ്ടി വരും. എന്താ VD? വോളണ്ടറി ഡിസ്ക്ലോഷർ, റിട്ടേൺ റെക്ടിഫൈ ചെയ്യേണ്ടി വരും. അപ്പൊ റെക്ടിഫൈ ചെയ്യുമ്പോൾ ടാക്സ് പേബിൾ വന്നിരിക്കുന്ന എമൗണ്ടിന് 2024 തൊട്ട് 2030 വരെയുള്ള പീരീഡിന് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ കൊടുക്കേണ്ട വരും. 14% പെർ ഇയർ ആണ് കേട്ടോ കോർപ്പറേറ്റ് ടാക്സ് പേബിൾ എമൗണ്ടിന് മുകളിൽ ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. എന്താ മിസ്റ്റേക്ക്? കംപ്ലയൻസ് ലെവൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് വരും, നമുക്ക് ഇൻട്രസ്റ്റും പെനാൾട്ടിയും വരാനുള്ള സാധ്യത ഏറെയാണ്. ഇനി അതവിടെ കിടക്കട്ടെ, അതൊരു റിയാലിറ്റി മാത്രം. നമുക്ക് പറഞ്ഞു വന്നത് തീർക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ആയിട്ട് 0 എമൗണ്ട് നമ്മൾ കാണിക്കണം. ഇനി ആദ്യത്തെ വർഷം നമ്മൾ ലീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പേ ഔട്ട് ചെയ്യുന്നുണ്ട്. 2025 1,45,000 പേ ഔട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേ ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ലീസ് ലയബിലിറ്റിനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡെബിറ്റ് ചെയ്യണം. എങ്ങനെ ഡെബിറ്റ് ചെയ്യാം, ലീസ് ലയബിലിറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നാണ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന്, ക്യാഷ് എന്നാണ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷ് എന്ത് ചെയ്യാം, അതിനെ പിടിച്ചിട്ട് ക്രെഡിറ്റ് ചെയ്യാം. അപ്പോ എൻട്രി എന്താ പാസ് ചെയ്യാ, ലീസ് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ഓർ ക്യാഷ്. ലീസ് നമ്മൾ പേ ഔട്ട് ചെയ്തിട്ട് ആദ്യത്തെ വർഷത്തെ ലീസ് ലയബിലിറ്റി എത്ര മാറും, ക്ലോസിംഗ് ലീസ് ലയബിലിറ്റി എത്രയായി മാറും, ആ 7,72,204.12 0 ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് 1,40,000 കുറക്കുമ്പോ എത്ര വരും, 6,27,724.12 ബാലൻസ് ഷീറ്റിനകത്തെ ലീസിന്റെ ലയബിലിറ്റി ആയിട്ട് വന്ന് കിടക്കില്ലേ? ഇല്ലേ? ഹലോ, വന്ന് കിടക്കും. അപ്പോ ആദ്യത്തെ വർഷത്തെ ക്ലോസിംഗിൽ വരുന്ന സമയത്ത് എന്റെ റൈറ്റ് ഓഫ് യൂസസിന്റെ നെറ്റ് ബുക്ക് വാല്യൂ എത്രയായിട്ട് മാറും, 6,40,978.43 ബാലൻസ് ഷീറ്റില് റൈറ്റ് ഓഫ് യൂസസ് ആയിട്ടും ലീസ് ലയബിലിറ്റി എത്ര വരും, 27,774 എന്റെ ലീസ് ലയബിലിറ്റി ആയിട്ടും ബാലൻസ് ഷീറ്റിനകത്ത് വന്ന് കിടക്കും. ഇനി
ഒരു കാര്യം കൂടി നോക്കിക്കോ, രണ്ടാമത്തെ വർഷമാകുമ്പോ 2026 ആകുമ്പോ ഇതേപോലെ ഡിപ്രിസിയേഷനകത്തൊന്നും മാറ്റമില്ല. എത്രയാണ് ഈക്വൽ എമൗണ്ട് 1,28,795.69 നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിപ്രിഷിയേറ്റ് ചെയ്യും. അങ്ങനെ ഡിപ്രിഷിയേറ്റ് ചെയ്ത് വരുമ്പോൾ എന്റെ അസറ്റിന്റെ ബുക്ക് വാല്യൂ എത്രയായിട്ട് മാറും? 5,11,182.74 മാറും. ലീസ് ലയബിലിറ്റി എത്രയായിട്ട് മാറും? ലീസ് ലയബിലിറ്റി ഒരു മാറ്റമുണ്ട്. കാരണം എന്താ, 6,27,724.12 എന്ന് പറയുന്ന ലീസ് എമൗണ്ടിന് മുകളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, 5% പലിശ ഞാൻ ഒരു വർഷത്തേക്ക് അപ്ലൈ ചെയ്യണം. സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് 5% പലിശ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 31,388.71 വരും. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരും. അങ്ങനെ വരുമ്പോ 6,27,774.12 എന്നതാണ് എന്റെ ഓപ്പണിംഗിലുള്ള ലീസ് ലയബിലിറ്റി അല്ലെ. ഇവിടെയുള്ള ലീസ് ലയബിലിറ്റി എത്രയാ? 2025 ക്ലോസിംഗ് ലീസ് ലയബിലിറ്റി, അതായത് 2026 ഓപ്പണിംഗ് ലീസ് ലയബിലിറ്റി എന്ന് പറയുന്നത് 6,27,774.12. അതിനോട് 2026 വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ലീസ് കൂടി നമ്മൾ ആഡ് ചെയ്യണ്ടേ? വേണ്ടേ? 5% ഇൻട്രസ്റ്റ് പലിശ കണക്കാക്കണം എന്ന് പറഞ്ഞില്ലേ? ഫസ്റ്റ് ഇയറിൽ വേണ്ട, സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 5% പലിശ കണക്കാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോ ഇൻട്രസ്റ്റ് എത്ര വരും? 31,388.71. ഏതിന്റെ മുകളിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? അതായത് എന്റെ ഓപ്പണിംഗ് ലീസ് ലയബിലിറ്റിയുടെ മുകളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, 5% പലിശ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും ഇൻട്രസ്റ്റ്? 31,388.71 വരും. വരില്ലേ? എന്താ എൻട്രി ഞാൻ പാസ് ചെയ്യാം? ഇങ്ങനെ 31,388.71 ഞാൻ ഇൻട്രസ്റ്റ് വരുമ്പോ എന്ത് എൻട്രി ഞാൻ പാസ് ചെയ്യാം? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലീസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു വോട്ട് ലീസ് ലയബിലിറ്റി. കാരണം ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ട് കൊടുക്കാനുള്ള ബാധ്യത ആർക്ക് മാറി? നമുക്ക് മാറിയില്ലേ? അപ്പൊ എന്താ എന്ത് എക്സ്പെൻസിൽ ഡെബിറ്റ് ചെയ്യാ? ഇൻട്രസ്റ്റ് ഓൺ ലീസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ലീസ് ലയബിലിറ്റി. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന പ്രോഫിറ്റ് കുറയുന്നത് മാത്രമല്ല, വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. പറയാൻ വേണ്ടി പറ്റുമോ? കോർപ്പറേറ്റ് ടാക്സിന്റെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഇൻട്രസ്റ്റ് എക്സ്പെൻസും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇൻട്രസ്റ്റ് എക്സ്പെൻസും ഇൻട്രസ്റ്റ് ഇൻകോ ഞാൻ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചിരിക്കണം. കാരണം എന്താ, ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് 12 മില്യന്റെ ഒരു 12 മില്യൺ ജനറൽ റൂൾ ഉണ്ട്, സ്പെസിഫിക് റൂൾ ഉണ്ട്. അതിൽ 12 മില്യന് മുകളിലാണെന്നുണ്ടെങ്കിൽ 30% ഓഫ് EBITDA മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ എന്ന് റൂളിനകത്ത്, കോർപ്പറേറ്റ് ടാക്സിന്റെ ഡിഡക്ഷൻ റൂളിനകത്ത് പറയുന്നുണ്ട്. അപ്പോ അത് പറയുന്നത് കൊണ്ട് തന്നെ കോർപ്പറേറ്റ് ടാക്സിന്റെ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എത്ര, ഇൻട്രസ്റ്റ് ഇൻകം എത്ര എന്നുള്ളത് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട റിക്വയർമെന്റ് ഉണ്ടായി. ഇൻട്രസ്റ്റ് എന്നേ പറയുന്നുള്ളൂ. അത് ലീസുമായി ബന്ധപ്പെട്ടതാണോ ബാങ്കിൽ നിന്ന് കിട്ടുന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഒരു കോളത്തില് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ടായി. എത്രയാ? 33,388.71 കാണിക്കണമായിരുന്നു. പക്ഷേ IFRS 60 കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അന്ന് കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ഡിസ്ക്ലോഷറിനകത്തും എന്ത് മാറ്റം വന്നു? ചേഞ്ചസ് വരില്ലേ? വരും. അപ്പോ ഇൻട്രസ്റ്റ് എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്യുന്നു, ലീസ് ലയബിലിറ്റി ഞാൻ എന്ത് ചെയ്യുന്നു? 31,388.71 ക്രെഡിറ്റ് ചെയ്യുന്നു. അതിനകത്ത് 1,40,45,000 റിഡ്യൂസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 6,27,774.12 എന്റെ ലീസ് ലയബിലിറ്റി ഈ വർഷത്തെ ലീസ് എക്സ്പെൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വന്നു ചേർന്നത് 31,388.71 ഇൻട്രസ്റ്റ് എക്സ്പെൻസ് വരുന്നു. 1,40,45,000 ഞാൻ പേ ഔട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 6,27,774.12 എത്ര ആഡ് ചെയ്യുന്നു? നമ്മുടെ 31,388.71 ആഡ് ചെയ്ത് 1,40,45,000 കിഴിക്കുമ്പോ 5,14,162.82 എന്റെ ലീസ് ലയബിലിറ്റിയുടെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട്. അങ്ങനെ രണ്ടാമത്തെ വർഷത്തെ എൻട്രി നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് എക്സ്പെൻസ്, നോർമൽ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച പ്രകാരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രണ്ട് എക്സ്പെൻസ് വരും? 1,45,000 തന്നെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ രണ്ടാമത്തെ ഇയറിനെ സംബന്ധിച്ചിടത്തോളം ആസ് പെർ IFRS 16 നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എത്ര വരിക? ഡിപ്രിസിയേഷൻ ആയിട്ട് 1,28,795.69 ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് 31,388.71 നമുക്ക് എടുക്കാമായിരുന്നു, എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ എത്രയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്?
നമ്മള് നോർമൽ കേസിൽ 1,45,000 ആണ് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ വർഷം എനിക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായി? എനിക്ക് 1,60,61,284.39 എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായി. പക്ഷെ എത്രയേ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ? 1,40,000 മാത്രമേ നമ്മൾ ട്രീറ്റ് ചെയ്യുള്ളൂ. 15,284.39 നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട എക്സസ് ആയിട്ട് എക്സ്പെൻസ് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് കാണിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട വരും? കമ്പനി എക്സസ് ആയിട്ട് ടാക്സ് രണ്ടാമത്തെ വർഷം പേ ചെയ്യേണ്ട വന്നിട്ടുണ്ടാകാം. വരില്ലേ? എന്തുകൊണ്ടാ? കമ്പ്യൂട്ടേഷനിൽ വന്നിരിക്കണ മിസ്റ്റേക്ക് പ്രകാരം നമ്മളത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാത്ത പ്രകാരം. അങ്ങനെ ഓരോ വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 തൊട്ട് 2030 വരെയുള്ള ഓരോ വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? ഇങ്ങനെ 15,000, രണ്ടാമത്തെ വർഷം 15,000 എക്സസ് ക്ലെയിം ചെയ്യാമായിരുന്നു. മൂന്നാമത്തെ വർഷം 9,500 എക്സസ് ആണ്. പിന്നെ വീണ്ടും വന്നിട്ട് ഷോർട്ടേജ് വരുന്നു. അങ്ങനെ ഓരോ വർഷത്തെയും ഫിനാൻഷ്യൽസ് എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക് ആയിട്ട് റോങ് ആയിട്ട് മാറുന്നു. ജസ്റ്റ് ബിക്കോസ് എന്തുകൊണ്ട്? നമുക്ക് ഇത് അറിയില്ല എന്നുള്ള ഇഷ്യൂ കൊണ്ട്. ഇങ്ങനെ വന്ന് ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്ത് ലീസ് ലയബിലിറ്റി ഒക്കെ ക്രെഡിറ്റ് ചെയ്ത് 2030 ആകുമ്പോൾ എന്റെ ഓപ്പണിംഗ് ഡിപ്രിസിയേഷൻ, അതായത് 2029 ലീസ് ലയബിലിറ്റിയുടെ ക്ലോസിംഗ് ബാലൻസ് 1,38,095.24 ആകുന്നു. അതിനോട് 5% പലിശ ചേർക്കുമ്പോൾ 6,4.76 എക്സ്പെൻസ് വരുന്നു. ടോട്ടൽ വരുമ്പോ അതായത് 1,38,095.24 പ്ലസ് 6,904 കൂട്ടുമ്പോൾ 1,45,000 വരുന്നു. ആ എമൗണ്ട് അഞ്ചാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു? പേ ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ലീസ് ലയബിലിറ്റി, അതായത് ലീസിന്റെ പീരീഡ് കഴിയുന്ന സമയത്ത് എന്റെ ലീസ് ലയബിലിറ്റി എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഈ പറഞ്ഞ റൈറ്റ് ഓഫ് യൂസ് അസറ്റും ലീസ് ലയബിലിറ്റിയും നമ്മൾ ആദ്യം ഇനീഷ്യലി റെക്കഗ്നൈസ് ചെയ്യുന്ന റൈറ്റ് ഓഫ് യൂസ് അസറ്റും ലീസ് ലയബിലിറ്റിയും അറ്റ് ദ എൻഡ് ഓഫ് ദി ലീസ് ടേം എൻ്റർ ചെയ്യുന്ന എൻഡ് ആകുന്ന സമയത്ത് അത് 0 ആയിട്ട് മാറും. അപ്പോ ഇത് എന്തിന്റെ ഭാഗം? ഇത് കംപ്ലയൻസിന്റെ ഡിസ്ക്ലോഷറിന്റെ ഭാഗമാണ്. കാരണം എന്താ? നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ഫോളോ ചെയ്തിരിക്കണം? നിങ്ങൾ IFRS ഫോളോ ചെയ്തിരിക്കണം എന്ന് ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തില് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഇതിനകത്തും വരുന്നുണ്ട്. ടാക്സിനകത്ത് ട്രിഗർ ചെയ്യാനുള്ള സാധ്യത എന്താണ്? ഏറെയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ അറിയാമായിരുന്നു? ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പരിപാടി? കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ കമ്പനിയിലും എന്ത് ചെയ്യണം? ഇനി ഓഡിറ്റർ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ ചെയ്യേണ്ടത് എന്ന് എന്ത് ചെയ്യണം? ഒന്ന് അങ്ങോട്ട് ചോദിക്കുക. കാരണം എന്താ അറിയോ? നിങ്ങളുടെ കമ്പനിയിലൊക്കെ ഓഡിറ്ററിന് വരുന്ന, അതായത് നമ്മുടെ ഫീസിനനുസരിച്ചിട്ടാണ്. അപ്പൊ എന്റെ ക്ലയന്റിനെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് കിട്ടുന്ന ഫീസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുക. 5,000 ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം അധികം, കാരണം സീനിയേഴ്സ് ആയിരിക്കും ഇതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഏറ്റവും ജൂനിയർ ലെവൽ CA ഒക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും ഇതിനു വേണ്ടി ഉണ്ടാകുക. അല്ലെങ്കിൽ MCOM MBA ഒക്കെ കഴിഞ്ഞിട്ട് ആർട്ടിഫിഷ്യപ്പായിട്ട് വരുന്ന ട്രെയിനിങ്ങിന് വേണ്ടി വരുന്ന കുട്ടികളായിരിക്കും ഉണ്ടാകുക. അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധമൊന്നും ഉണ്ടാവില്ല. അവർ തരുന്ന ഫിനാൻഷ്യൽസ് ജസ്റ്റ് റേഷ്യോ പ്രകാരമൊക്കെ നമ്മൾ ജസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സീനിയർ ലെവലുള്ളവര് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. അവർ സൈൻ ചെയ്ത് തരും. കാരണം എന്താ? ഇത്രയും ചെറിയ ഫീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് സ്ക്രൂട്ടിനി ചെയ്യേണ്ട ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ സ്ക്രൂട്ടിനി ചെയ്യില്ല നോർമലി, അതാണ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ഈവൻ ദോ അവരുടെ സീനിയർ ശ്രദ്ധിക്കാത്ത ഗ്രേ ഏരിയാസ് പോലും ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ഉണ്ടാകാം. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? നമ്മൾക്കാണ്. അതെന്ത് ചെയ്യാം? അതൊന്ന് മേക്ക് ഷുവർ ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആയി. റൈറ്റ്. അപ്പൊ നമ്മൾ ആ പറഞ്ഞൊരു ഏരിയ പറയുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒരു കഥ പോലെ പറയാനുള്ള ഒരു ഏരിയ ഞാൻ പറയാം. നമ്മൾ ഇങ്ങനെ ട്രയൽ ബാലൻസ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. കാരണം ഓരോ തരത്തിലുള്ള എൻട്രികളും, പർച്ചേസ് ആയിക്കോട്ടെ, സെയിൽ ആയിക്കോട്ടെ, കാര്യങ്ങളൊക്കെ നമ്മൾ എൻട്രി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനകത്തുനിന്ന് ഒരു ട്രയൽ ബാലൻസ് നമ്മൾ പുൾ ഔട്ട് ചെയ്തെടുക്കുന്നു. ട്രയൽ ബാലൻസിനകത്ത് ഞാൻ പറഞ്ഞു 4 നേച്ചർ ഓഫ് ലെഡ്ജേഴ്സ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു അനുമാനത്തിൽ 4 നേച്ചർ ഓഫ് ലെഡ്ജേഴ്സ് മാത്രമേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ആയിട്ടുള്ള, അല്ലെങ്കിൽ P&L അക്കൗണ്ടിൽ പോയി മരിക്കാൻ കിടക്കണ ഇൻകം ലെഡ്ജേഴ്സ്. പിന്നീട് എന്താണ്? നമ്മുടെ എക്സ്പെൻസുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ ഇൻകത്തിനെ തന്നെ രണ്ടാതിരിക്കുക. ഒന്ന് ഡയറക്റ്റ് ഇൻകം ഉണ്ട്, രണ്ടാമത് ഇൻഡയറക്റ്റ് ഇൻകം. ഡയറക്റ്റ് ഇൻകം ആണെങ്കിൽ എവിടെ പോകും? നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകും. ഇൻഡയറക്റ്റ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ എവിടെ പോകും? നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് പോകും. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇതൊരു
ഇതൊരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ് എന്ന് അനുമാനിക്കുക. ടി ഫോർമാറ്റ് ആണ് ഉദ്ദേശിച്ച് വന്നത്. അപ്പോൾ ടി ഫോർമാറ്റ് ഓഫ് അക്കൗണ്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പെർട്ടിക്കുലേഴ്സ് ഉണ്ടാകും, ഇവിടെ എന്തുണ്ടാകും, എമൗണ്ട് ഉണ്ടാകും, ഇവിടെയും പാർട്ടിക്കുലേഴ്സ് ഉണ്ടാകും, ഇവിടെയും എന്താണ്, എമൗണ്ട് ഉണ്ടാകും. അതിൽ ഞാൻ പറഞ്ഞു ട്രയൽ ബാലൻസിനകത്ത് 4 തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ഇത് ഒന്നും കൂടി ഞാൻ ഇപ്പുറത്ത് കോപ്പി ചെയ്ത് കിട്ടാം മക്കളെ. അത് അങ്ങനെ കോപ്പി ചെയ്ത് കിട്ടാൽ പരിപാടി കഴിഞ്ഞു. ഇത് ബാലൻസ് ഷീറ്റ് ആണ്, ലയബിലിറ്റി, അസറ്റ്. ഓക്കെ, 4 തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞ എന്താണ്, ഇൻകം. ഇൻകത്തിനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാം തിരിക്കാം. എങ്ങനെയൊക്കെ, ഡയറക്റ്റ് ഇൻകം ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം. അപ്പൊ ഇൻകത്തിന്റെ ലെഡ്ജർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കണം, നമ്മുടെ ട്രേഡ് ലൈസൻസ് പ്രകാരമുള്ള അല്ലെങ്കിൽ ബിസിനസിനെ നേരിട്ട് വിട്ടിരിക്കുന്ന ഇൻകം ആണോ, എങ്ങനെയൊക്കെ നേരിട്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക, സർവീസ് കൊടുക്കുക, അതൊക്കെ എന്താണ് നമ്മുടെ ഡയറക്റ്റ് ഇൻകം. അതായത് സെയിൽസ് കാര്യങ്ങളൊക്കെ എന്താണ് ഡയറക്റ്റ് ഇൻകം ആണ്. എന്താ ഇൻഡയറക്റ്റ് ഇൻകത്തിൽ വരിക, നമ്മുടെ സ്ക്രാപ്പ് വിറ്റിട്ട് കിട്ടുന്ന എമൗണ്ടുകൾ അല്ലെ, നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ക്രാപ്പ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടായി അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു കമ്പനി ഷെയർ ഹോൾഡ് ചെയ്യുന്നു, അതിന് അഗേൻസ്റ്റ് ഡിവിഡൻഡ് കിട്ടുന്നു. ഒരു അസറ്റ് ഉണ്ടായി, അസറ്റ് വിറ്റു, അപ്പൊ അതിനെന്ത് അഗേൻസ്റ്റ് എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നു, മീൻസ് പ്രോഫിറ്റ് ആൻഡ് സെയിൽ ഓഫ് അസറ്റ് കിട്ടുന്നു. അപ്പൊ അങ്ങനെയുള്ള ബിസിനസ്സിനെ നേരിട്ടല്ലാത്ത, അതായത് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ പ്രൊവൈഡ് ചെയ്യുന്നതുമായി നമ്മുടെ കോർ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റിയിലൂടെ അല്ലാതെ കിട്ടുന്ന ബാക്കി എല്ലാ റവന്യൂസും നമ്മളെന്ന് വിളിക്കാം, നമുക്ക് ഇൻഡയറക്റ്റ് ഇൻകം എന്ന് വിളിക്കാം. ഡയറക്റ്റ് ഇൻകം എന്താ, നമ്മുടെ കോർ ബിസിനസ്സിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ അത് വിൽക്കുന്നത് വഴി നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻകത്തിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം, നമുക്ക് ഡയറക്റ്റ് ഇൻകം എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ നേച്ചർ ഓഫ് ആൾക്കാർ ആരാ, എക്സ്പെൻസ് ആണ് അല്ലേ. ട്രയൽ ബാലൻസിനകത്ത് പിന്നെ ആരുണ്ടാകാം, എക്സ്പെൻസ് ഉണ്ടാവും. എക്സ്പെൻസ് നമുക്ക് എന്തായി തിരിക്കാൻ വേണ്ടി പറ്റും, ഡയറക്റ്റ് എക്സ്പെൻസ് തിരിക്കാം, തിരിക്കാം. പിന്നെ ആരുണ്ടാകാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എന്താ ഡയറക്റ്റ് എക്സ്പെൻസ്, ഈ ഒരു പെർട്ടിക്കുലർ ഡയറക്റ്റ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. സാധനം വിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റില്ല, സാധനം പർച്ചേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റുമോ. ഇപ്പൊ പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസിനകത്ത് വരുന്ന കേസാണ് അല്ലെ. ലേബർമാരുണ്ടാകും, കാരണം ലേബർമാരില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് എടുത്ത് വിൽക്കാൻ വേണ്ടി പറ്റില്ല. സോ അത്തരത്തിൽ നേരിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഡയറക്റ്റ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്ന എക്സ്പെൻസുകളായി നമ്മൾ എന്ത് വിളിക്കാം, നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കാം. ഇനി എന്തൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇതെല്ലാം ആൻസിലറി ആയിട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള എക്സ്പെൻസുകളും നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വിളിക്കാം. അതിനെ അക്കൗണ്ട്സിന് അല്ലെങ്കിൽ ഫോർ ദ പർപ്പസ് ഓഫ് എഫ്എസ് പ്രിപ്പറേഷൻ നമ്മൾ ഓമന പേരിട്ട് വിളിക്കാറുണ്ടായി, ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്. എന്താ, ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്. പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ഫിനാൻസ് ചാർജസ്, വേണമെന്നുണ്ടെങ്കിൽ ഡിപ്രിസിയേഷൻ. ഇങ്ങനെ 3-4 കാറ്റഗറി ആയിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിനകത്തൊക്കെ നിങ്ങൾ എടുക്കും, FF ഒക്കെ എടുക്കുമ്പോൾ ഉണ്ടാകുക. അതിൽ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്യാം. ജനറൽ അഡ്മിനിസ്ട്രേഷൻ കീഴിൽ സ്റ്റാഫ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടാം. അതുകൂടാതെ കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, എക്സ്പെൻസുകൾ, വണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം എന്ത് ചെയ്യാം, നമുക്ക് ജനറൽ അഡ്മിനിസ്ട്രേഷൻ കീഴിലെ നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടി പറ്റും. അപ്പൊ ട്രയൽ ബാലൻസ് രംഗത്തുള്ള 4 നേച്ചറിനകത്ത് 2 നേച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒന്ന് ഇൻകത്തിൽ തന്നെ 2 കാറ്റഗറി, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം. എക്സ്പെൻസിലാണെങ്കിൽ 2 കാറ്റഗറി, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇനി ആരാ ഉണ്ടാകുക, ലയബിലിറ്റീസ് ഉണ്ടാവും അല്ലെ. ലയബിലിറ്റീസ് എന്താ, ബാധ്യതകൾ കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. ലയബിലിറ്റീസ് തന്നെ 2 രീതിയിലാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നതിന് നമുക്ക് എന്താ പറയാ, ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ പീരീഡ് ഞാൻ പറഞ്ഞു ബാലൻസ് വന്ന് കിടക്കണ എമൗണ്ടുകൾ അല്ലെ. ഈ ബാലൻസുകൾ തന്നെ കിട്ടാനുള്ള എമൗണ്ടും, ഇപ്പൊ നമ്മുടെ കേസ് ചോദിക്കേ, കിട്ടാനുള്ള എമൗണ്ടും കൊടുക്കാനുള്ള എമൗണ്ടിനും നമുക്കൊരു കമ്പ്യൂട്ടേഷൻ ഉണ്ട്. പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പോകുന്ന എമൗണ്ട്, അതായത് ഇന്ന് ഈ ഒരു ഫിനാൻഷ്യൽ പീരീഡിൽ തന്നെ വിത്തിൻ 1 ഇയറിൽ തിരിച്ചു കിട്ടാൻ വേണ്ടി പോകുന്ന എമൗണ്ട്, ഇനി 1 ഇയറിന് മുകളിൽ ലോങ് ടേം ആയി കിട്ടാനുള്ള എമൗണ്ട് ഉണ്ടാവില്ലേ. ഹലോ, ഉണ്ടാവും. അപ്പൊ ലയബിലിറ്റീസിനെ
ഞാൻ മൂന്നായിട്ട് തിരിക്കാൻ വേണ്ടി പോവാണ്. ഒന്നെന്ന് പറഞ്ഞത് ലയബിലിറ്റി ടുവേർഡ്സ് മൈ ഓണേഴ്സ്. എന്റെ കമ്പനിക്ക് ലയബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കമ്പനിക്ക് ലയബിലിറ്റി ഉണ്ട്. ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാ? ഒന്ന് ഓണേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓണേഴ്സിന് കൊടുക്കാനുള്ളത് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഇക്വിറ്റി എന്ന് വിളിക്കും, അല്ലെ? ഓണേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഇക്വിറ്റി എന്ന് വിളിക്കും. പിന്നെ ലയബിലിറ്റി ആരാ ഉണ്ടാകുക? കറണ്ട് ലയബിലിറ്റി. എന്താ കറണ്ട് ലയബിലിറ്റി? കറണ്ട് ലയബിലിറ്റി എന്താ? ഈ പറയണ വിത്തിൻ 1 ഇയറിനിടയിൽ നമുക്ക് കൊടുത്തു തീർക്കേണ്ട, ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റിയെ നമ്മളെന്ന് വിളിക്കുക? കറണ്ട് ലയബിലിറ്റി എന്ന് വിളിക്കും. പിന്നെ ആരുണ്ടാകുക? നോൺ കറണ്ട് ലയബിലിറ്റി. എന്താ നോൺ കറണ്ട് ലയബിലിറ്റി? കൊടുക്കാനുണ്ട്, ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്, അത് എത്ര വർഷം കൊണ്ട് കൊടുക്കണ്ട? വിത്തിൻ 1 ഇയറിനിടയിൽ കൊടുത്തു തീർക്കേണ്ട ആവശ്യമില്ല. എത്ര വർഷം കൊണ്ട് കൊടുത്താൽ മതി? ആഫ്റ്റർ 1 ഇയർ കഴിഞ്ഞിട്ട് ടൈം എടുത്ത് സെറ്റിൽ ചെയ്താൽ മതി. അപ്പോ നമ്മൾ നോക്കുക, കറണ്ട് ലയബിലിറ്റിക്കകത്ത് ആര് വരും? വിത്തിൻ ദ 12 മന്ത്സിനിടയിൽ നമ്മൾ സെറ്റിൽ ചെയ്യേണ്ട ആൾക്കാർ, ക്രെഡിറ്റേഴ്സ് ഉണ്ടാകാം, സാലറി പേബിൾസ് ഉണ്ടാകാം, ഇൻസെന്റീവ് പേബിൾസ് ഉണ്ടാകാം. അതൊക്കെ എന്താണ്? നമ്മുടെ കറണ്ട് ലയബിലിറ്റി ആയിരിക്കും. നോൺ കറണ്ട് ലയബിലിറ്റിയോ? ബാങ്കിൽ നിന്ന് എടുത്തിരിക്കണ അൺസെക്യൂർഡ് ലോൺസ് അല്ലെങ്കിൽ സെക്യൂർഡ് ലോൺസ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ എന്താണ്? നോൺ കറണ്ട് ലയബിലിറ്റി. അപ്പൊ ഇതിനകത്തുള്ള കോർ എന്താ? ബാലൻസ് ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം ടൈമാണ്. മറ്റേതെന്തായിരുന്നു? അത് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നതിനനുസരിച്ചിട്ടായിരുന്നു. ഇവിടെ എന്താണ്? ടൈമിനനുസരിച്ചിട്ട്. ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ? ഷോർട്ട് ടേം ആണെങ്കിൽ കറണ്ട് ലയബിലിറ്റി, ലോങ് ടേം ആണെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി. അതേപോലെ തന്നെ അസറ്റ് നമ്മുടെ നോൺ കറണ്ട് അസറ്റ് ആയിട്ടും, നോൺ കറണ്ട് അസറ്റ്, പിന്നെ ആരാ? കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിന്റെ പ്രത്യേകത എന്താ? വിത്തിൻ ദ സർക്കിൾ പീരീഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പീരീഡിനിടയിൽ തന്നെ 1 ഇയറിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ റിയലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തൊക്കെയാണ് നോൺ കറണ്ട് അസറ്റ്? കറണ്ട് അസറ്റ് എന്തൊക്കെയാ എക്സാമ്പിൾ? സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ബാങ്ക്, അല്ലെ? അതൊക്കെ എന്താണ്? എന്റെ കറണ്ട് അസറ്റ് ആണ്. വിത്തിൻ 12 മന്ത്സിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ റിയലൈസ് ചെയ്യാൻ വേണ്ടി ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ക്യാഷ് ഈക്വലന്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. നോൺ കറണ്ട് അസറ്റ് എന്തൊക്കെയായിരിക്കും? ഞാൻ നടത്തിയിരിക്കണ ഇൻവെസ്റ്റ്മെന്റ്, ഞാൻ വാങ്ങിച്ചിരിക്കണ മിഷനറീസ്, ഫർണിച്ചർ, വണ്ടികള്, അതൊക്കെ എന്താണ്? എന്റെ നോൺ കറണ്ട് അസറ്റ് ആയിരിക്കും. കാരണം പെട്ടെന്ന് അത് വിറ്റ് തീർക്കാൻ വേണ്ടി, വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ആവശ്യമുണ്ടോ? ഇല്ല. അതിനാണ് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൊണ്ട് നടക്കുക, ഒഫീഷ്യൽ അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ 4 തരത്തിലുള്ള ലെഡ്ജേഴ്സ് മാത്രമേ എവിടെയുള്ളൂ? ട്രയൽ ബാലൻസിനകത്ത് ഉണ്ടാകുള്ളൂ. അപ്പൊ നമ്മുടെ യുക്തി എന്താണ്? ഫിനാൻഷ്യൽസ്, ബാലൻസ് ഷീറ്റ്, P&L അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ട്രയൽ ബാലൻസിനകത്തുനിന്ന് എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. P&L അക്കൗണ്ട് ആണെങ്കിൽ ഒരു സാധനം കാണുമ്പോൾ നമ്മൾ എവിടെ കൊണ്ടിടണം? നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ലെഡ്ജർ ട്രിഗർ ചെയ്തിട്ട് ഇത് ഇന്നതാണ് ഇതിന്റെ എഫക്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. അവിടെയാണ് നമ്മുടെ കഴിവെന്ന് പറഞ്ഞത്. എക്സാമ്പിൾ ഞാൻ പറയാം. സ്റ്റാഫിന് ഒരു സാലറി കൊടുക്കാനുണ്ട്. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ, ഞാൻ എൻട്രി പറയാണ്. അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി പേബിൾ ഒരു 10,000 dirhams ആണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാ മക്കളെ വരിക? ഇത് ഏത് കാറ്റഗറിയിലൊക്കെ വരിക? സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എംപ്ലോയീസിന് കൊടുത്തിരിക്കണയാണെന്നും കൂടി ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ എവിടെയാ വരിക ഇതിന്റെ എഫക്റ്റുകള്? ജനറൽ അഡ്മിനിസ്ട്രേഷൻ. ജനറൽ അഡ്മിനിസ്ട്രേഷന് പോയിട്ട് സാലറി എന്ന് പറയുന്ന ഹെഡിനകത്ത് പോയിട്ട് എന്ത് വരും? 10,000 വരും. ഈ പറയുന്ന സാലറി എന്ന് പറയുന്നത് വിത്തിൻ 12 മന്ത്സിനിടയിലേക്ക് പേ ചെയ്യേണ്ടതാണോ? അതെ, കറണ്ട് ലയബിലിറ്റി ആണ്, അല്ലെ? ഇവിടെ എന്ത് വരും? സ്റ്റാഫ് പേബിൾ എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റിക്ക് അകത്ത് പോയിട്ട് ഈ പറയണ 10,000 വരില്ലേ? ലയബിലിറ്റി അല്ലേ? 10,000 ലയബിലിറ്റി ആണ്. അപ്പൊ ഇവിടെ വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്, വേറെ ഇൻകം ഇല്ലാത്തത് കൊണ്ട് കമ്പനി എന്തായിരിക്കും? ലോസിലാണ് ഉണ്ടാകുക, അല്ലെ? -10,000 ഉണ്ടാകുക. ഈ 10,000 എന്ന് പറയുന്ന ആര് തരാനുള്ളതാ? ഓണേഴ്സ് എനിക്ക് തരാൻ വേണ്ടിയിട്ടുള്ളതാ, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുന്നു? എന്റെ ബാലൻസ് ഷീറ്റ് ടാലിയായിട്ട് പോകും, അല്ലയോ? അതെ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു മാഗ്നിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് എന്താണ്? ഒന്നും വലിയ ബാലി കയറാൻ മലയായിട്ടുള്ള കേസ് അല്ല. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം ഇനി വരാൻ വേണ്ടി പോകുന്ന. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗൾഫ് അക്കൗണ്ടിംഗ് ഒരു കോഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിംഗ് ലെവലിൽ നിങ്ങൾക്ക് ഡാറ്റ എൻട്രി മുതൽ ഓരോ എൻട്രി അടിച്ചിട്ട് അതിന്റെ ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുന്നത് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാം നമ്മുടെ P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ചേഞ്ച് ഇൻ ഇക്വിറ്റി, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പ്ലസ് IFRS 60 IFRSന്റെ ഒക്കെ ഷെഡ്യൂളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ കറണ്ട് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് ഉണ്ട്. അതിനുവേണ്ടി എന്ത് പ്രിപ്പയർ ചെയ്യണം?
നമുക്ക് ഡിപ്രിസിയേഷൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, അല്ലെങ്കിൽ PPE ഷെഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, ഡിപ്രിസിയേഷൻ എൻട്രി പാസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഡെപ്പോസിറ്റ് ഷെഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പ്രീപെയ്ഡ് ആണെങ്കിൽ പ്രീപെയ്ഡിന്റെ ഷെഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇനി കറണ്ട് അസറ്റിന് കീഴിൽ ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഡെപ്റ്റേഴ്സിന്റെ ഏജിംഗ് ഉണ്ട്. ഈ പറയണ ഡെപ്പോസിറ്റ്സ് ആണെങ്കിൽ ഡെപ്പോസിറ്റ്സിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഓഡിറ്റിംഗിൽ കുറച്ച് ഡോക്യുമെന്റ്സിനെ പറയുന്നത് നമ്മുടെ ഡെപ്പോസിറ്റ് സ്ലിപ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സബ്സീക്വന്റ് റിയലൈസേഷൻ ആണ് സബ്സീക്വന്റ് റിയലൈസേഷൻ, ആ കാര്യങ്ങൾ. ഇനി ട്രേഡ് റിസീവബിൾസ് ആണെങ്കിൽ ട്രേഡ് റിസീവബിളിന്റെ ഏജിങ്, അതായത് കസ്റ്റമേഴ്സിന് കിട്ടാനുള്ളതാണെങ്കിൽ അവരുടെ ഏജിങ്, അതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രൊവിഷൻ വെക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ഏജിങ് എടുത്തതിന് ശേഷം സബ്സീക്വന്റ് ആയിട്ടുള്ള റിയലൈസേഷൻസ് എങ്ങനെ, ഓഡിറ്റേഴ്സിന് എങ്ങനെയൊക്കെ കൺഫർമേഷൻസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതും കൂടി പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു എക്സാമ്പിളും കൂടി നിങ്ങൾക്ക് പറയാം, എന്നിട്ട് നമ്മുടെ ക്ലാസ് ഇവിടെ പതിയെ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചു. ഓക്കെ, ഒരു മെറ്റീരിയൽ വാങ്ങിച്ചു. ആ മെറ്റീരിയൽ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്, സാധനം പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് എന്ത് വന്നു, എനിക്ക് ഫ്രൈറ്റ് ചാർജസ് വന്നു. എത്രയാ ഫ്രൈറ്റ് ചാർജസ്? ഒരു 10,000 ഫ്രൈറ്റ് ചാർജസ് വന്നെന്ന് കരുതാം. എത്ര ഫ്രൈറ്റ് ചാർജസ്? 10,000 ഫ്രൈറ്റ് ചാർജസ് വന്നു. എങ്ങനെയാണ് എന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഫക്റ്റ് വരിക? ഞാനൊരു പോട്ടെ, ഓക്കെ, ഞാൻ ഇൻവെന്ററി വാങ്ങിച്ചു. ഇൻവെന്ററി ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 20,000 രൂപക്കാണ്. ക്രെഡിറ്റിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. 20,000 ക്രെഡിറ്റ് പർച്ചേസ്. ഓക്കെ, ഞാൻ 20,000 രൂപയുടെ മെറ്റീരിയൽ സ്റ്റോക്ക് വാങ്ങിച്ചു. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, അത് കൊണ്ടുപോയിട്ട് എന്റെ വെയർ ഹൗസിൽ വെച്ചിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഫ്രൈറ്റ് ചാർജസ് ഒരു 10,000 ഉണ്ടായി. ആ 10,000 എന്താണ്, നമ്മുടെ ABC ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് നമുക്ക് ഇൻവോയ്സ് വന്നിട്ടുണ്ട്. എന്താ ഞാൻ പാസ് ചെയ്യേണ്ട എൻട്രി, അല്ലെങ്കിൽ എന്റെ P&L അക്കൗണ്ടും എന്റെ ബാലൻസ് ഷീറ്റും എങ്ങനെയായിരിക്കും പറയാൻ വേണ്ടി പറ്റും ആർക്കെങ്കിലും? 10,000 ഫ്രൈറ്റ് ചാർജസിൽ പോകും. ഫ്രൈറ്റ് ചാർജസ് എന്ന് പറയുന്ന എന്ത് എക്സ്പെൻസ് ആയിരിക്കും? ഡയറക്റ്റ്. ഉറപ്പിച്ചാ? യെസ്. ഓക്കെ, ഫ്രൈറ്റ് ചാർജ് എത്ര? 10,000. കറക്റ്റ്. പിന്നെ വേറെ പർച്ചേസിൽ 20,000. പർച്ചേസിൽ എത്ര? 20,000. അപ്പോ ലോജിസ്റ്റിക്സ് ആയ ABC ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കമ്പനിക്ക് ഞാൻ എന്ത് കൊടുക്കാണ്ട്, പേയ്മെന്റ് കൊടുക്കാണ്ട് അല്ലേ? ബാലൻസ് ഷീറ്റിൽ വരുന്ന സമയത്ത് ABC ലോജിസ്റ്റിക്സ് എത്ര കൊടുക്കാനുണ്ട്? 30,000. അല്ല, ലോജിസ്റ്റിക്സ് കമ്പനിക്ക് നമുക്ക് 10,000 കൊടുക്കാനുള്ളൂ. ലോജിസ്റ്റിക്സ് കമ്പനിക്ക് 10,000 കൊടുക്കാനുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ടേ, മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സപ്ലയർക്ക് എത്ര കൊടുക്കാനുണ്ട്? 20,000. സപ്ലയർക്ക് നമ്മൾ 20,000 കൊടുക്കാൻ വേണ്ടിട്ട് ഉണ്ട്. സപ്ലയർക്ക് 20,000 നമ്മൾ കൊടുക്കാൻ വേണ്ടിട്ട് ഉണ്ട്. ഓക്കെ, റൈറ്റ്. പിന്നെ ഈ ബാലൻസ് ഷീറ്റ് നമ്മൾ എങ്ങനെ, ഇതിനകത്ത് മെറ്റീരിയൽ ആയിട്ട് ഇൻവെന്ററി ആയിട്ട് എത്ര രൂപ വന്ന് കിടപ്പുണ്ട്? 20,000. എത്ര? 20,000 ആണോ? റൈറ്റ്. ഇപ്പൊ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 20,000 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ എന്റെ കമ്പനിക്ക് ഇവിടെ ഡയറക്റ്റ് ഇൻകത്തിന്റെ സൈഡിൽ എനിക്ക് ക്ലോസ് സ്റ്റോക്കും കൂടി വരും അല്ലെ? ഡിസ്ക്ലോഷറിന്റെ ഭാഗമാണ് ക്ലോസ് സ്റ്റോക്ക്. ലെറ്റ്സ് സേ 20,000 രൂപയുടെ ക്ലോസ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര രൂപയുടെ ഗ്രോസ് ലോസ് വരും? എത്ര ലോസ് വരും? 10,000. എന്താ വരിക? ഗ്രോസ് ലോസ് ആയിട്ട് അല്ലേ 10,000 വരും. 10,000 വരും. ഈ ലോസ് എനിക്ക് ആര് തരാനുണ്ട്? ഓണേഴ്സ് എനിക്ക് തരാൻ വേണ്ടിയിട്ടുണ്ട് അല്ലെ? ഗ്രോസ് ലോസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതെന്താണ്? ഗ്രോസ് ലോസ് ഈസ് ഈക്വൽ ടു നെറ്റ് ലോസ് ആയിട്ട് മാറില്ലേ? അപ്പൊ 10,000 ഓണേഴ്സ് തരാനുള്ളതായിട്ട് മാറില്ലേ? അപ്പൊ നെറ്റ് എത്ര എന്റെ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി എത്രയായിട്ട് വരും? 20,000 ആയിട്ട് വരും അല്ലെ? അസറ്റ് എത്രയാ? അസറ്റും 20,000. ബാലൻസ് ഷീറ്റ് ടാലി ആയി. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഞാൻ പറയാം ഇത് മിസ്റ്റേക്ക് ആണെന്ന് പറയും. ഇത് തെറ്റാണ്. ആർക്കെങ്കിലും ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഞാൻ പറയുന്നത് ഇത് ചെയ്തിരിക്കുന്നത് തെറ്റാന്ന് പറയുന്നു. എന്താ? നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടില്ല. ശരിയാണ്.
ഗ്രോസ് ലോസ് ആണ്. ഗ്രോസ് എക്സ്പെൻസ് ഇല്ലാതെങ്കിൽ ഗ്രോസ് ഈസ് ഈക്വൽ ടു നെറ്റ് ലോസ് ആണല്ലോ. ഓക്കെ. ഇവിടെ തെറ്റെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇവിടെയാണ് IAS 2 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുക. IAS 2 ഒക്കെ IAS 2 ആയിക്കോട്ടെ, PP പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്വിപ്മെന്റ്സിന്റെ ആയിക്കോട്ടെ, അതിന്റെ ഒക്കെ കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു തിയറിയുടെ മുകളിലാണ്. ആ തിയറിനെ വിളിക്കുന്ന പേരാണ് എന്താ? പ്രൂഡൻസ് തിയറി. കേട്ടിട്ടുണ്ടോ നിങ്ങള്? പ്രൂഡൻസ് തിയറി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് നമ്മൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള റവന്യൂ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ IAS 2 ഒക്കെ കോർ കോൺസെപ്റ്റ് ഇത് തന്നെയാണ്. അപ്പൊ IAS 2 അതെന്താ പറയുന്നത് അറിയോ? നിങ്ങള് ഒരു മെറ്റീരിയൽ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലിനെ വാല്യൂ ചെയ്യുന്നത് എന്താ? ഒരു മെറ്റീരിയൽ നിങ്ങൾ വാങ്ങിക്കുന്നു, ആ മെറ്റീരിയലിനെ വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാ വാല്യൂ ചെയ്യേണ്ടത്? നിങ്ങൾ മെറ്റീരിയൽ പ്രൈസിൽ മാത്രമല്ല, ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത് നിങ്ങളുടെ മെറ്റീരിയൽ പ്രൈസിൽ മാത്രമല്ല, മറിച്ച് എന്തിനും കൂടി വരണം. നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് സെയിലബിൾ പൊസിഷനിലേക്ക്, ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പൊസിഷനിലേക്ക്, നിങ്ങൾക്ക് കസ്റ്റമർക്ക് വിൽക്കാൻ വേണ്ടി നിങ്ങളുടെ വെയർഹൗസിൽ എത്തുന്നത് വരെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള എക്സ്പെൻസുകളും ഇൻക്ലൂഡിങ് നോർമൽ ലോസ് നിങ്ങൾ എന്താ ട്രീറ്റ് ചെയ്യണം? ഇൻവെന്ററി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇൻവെന്ററിയുടെ വാല്യൂവിനകത്ത് വരണം. ആരാ പറയുന്നത്? IAS 2 ഇൻവെന്ററി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് പറയാണ്. അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും നമ്മുടെ ഇൻവെന്ററിനകത്ത് പറയുന്നത് എന്താ? നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് സെയിലബിൾ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ തരത്തിലുള്ള എക്സ്പെൻസുകളും, ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, ഫ്ലൈറ്റ് ചാർജസ് ആയിക്കോട്ടെ, ഫ്ലൈറ്റിന് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ചാർജസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്തിട്ട് ആരായിട്ട് ട്രീറ്റ് ചെയ്യണം? ഇൻവെന്ററിയുടെ അസറ്റ് വാല്യൂലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പറയണുണ്ടോ? പറയുന്നുണ്ട് അല്ലെ? അങ്ങനെ പറയുമ്പോ ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ എന്റെ ഇൻവെന്ററിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വാങ്ങിച്ചിരിക്കണ മെറ്റീരിയൽ കോസ്റ്റും അത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി വന്നിരിക്കണ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചാർജസ് ഒക്കെ ചേർത്തിട്ട് വരുന്ന 20,000 30,000 രൂപ ഞാൻ മുടക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ ഒരു ഇൻവെന്ററി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ? അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ ഇൻവെന്ററിക്ക് ഇപ്പൊ എത്ര നിലവിൽ വാല്യൂ ഉണ്ട്? നിലവിൽ 20,000 മെറ്റീരിയൽ കോസ്റ്റും 10,000 രൂപ ഫ്ലൈറ്റും കൂടി ചേർത്തപ്പോ ഈ പറയണ 30,000 രൂപയുടെ പ്രൊഡക്റ്റ് ആയിട്ട് അത് മാറിയില്ലേ? എന്റെ ലാൻഡഡ് കോസ്റ്റ് മക്കളെ 30,000 രൂപയായിട്ട് മാറിയില്ലേ? മാറിയോ? മാറി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻവെന്ററി വാല്യൂഷൻ പ്രകാരം ഞാൻ ഈ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് എത്ര മാറി? 30,000 വന്ന് കിടന്നു വരില്ലേ ഇൻവെന്ററി? ഈ 30,000 തന്നെയല്ലേ നമ്മൾ എവിടെ യൂസ് ചെയ്യേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ യൂസ് ചെയ്യേണ്ടത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മെറ്റീരിയൽ വാങ്ങിച്ചു, സെല്ല് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ വാങ്ങിച്ചു എന്നത് കൊണ്ട് എനിക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടാകുമോ? ട്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് മെറ്റീരിയൽ വാങ്ങിച്ചു, അതിന് എനിക്ക് ലാഭമോ നഷ്ടം ഉണ്ടാകുമോ? ഇല്ല. അത് വിറ്റാലല്ലേ ലാഭം ഉണ്ടാകൂ, വിറ്റാലല്ലേ അതിനുള്ള ലോസ് ഉണ്ടാകൂ, അല്ലയോ? അതെ. അപ്പോ അങ്ങനെ വരുമ്പോ നമ്മൾ 30,000 രൂപയുടെ സ്റ്റോക്ക് കാണിക്കണോ, 10,000 രൂപയുടെ ഫ്ലൈറ്റ് ചാർജസും 20,000 രൂപയുടെ മെറ്റീരിയൽ പർച്ചേസും കൂടി വരുമ്പോൾ എന്റെ ഗ്രോസ് ലോസ് എത്രയായി? അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയായിട്ട് മാറും? 0 അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് ഗ്രോസ് ലോസ് 0 ആയി മാറില്ലേ? ലോസ് ഒന്നും ഇല്ലല്ലോ, കാരണം മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് അസറ്റ് ആയിട്ട് അവിടെ കിടപ്പില്ലേ, നഷ്ടം ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ ബാലൻസ് ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെന്ററി വാല്യൂ എത്രയായിട്ട് മാറി? 30,000 ആയിട്ട് മാറി. മാറിയോ? എന്തെങ്കിലും ലോസ് ഉണ്ടോ? സ്റ്റിൽ ബാലൻസ് ഷീറ്റ് ടാലി. ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ റൂൾ അറിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യാം? അതിനെ പിടിച്ചിട്ട് ഫ്ലൈറ്റ് ചാർജ് ഇടും. കമ്പനി ബുക്സ് എടുത്ത് നോക്കുമ്പോൾ 10,000 രൂപ കമ്പനി ലോസ്. ആക്ച്വലി അത് ലോസ് ആണോ? അല്ല. അതെന്താണ്? കമ്പനി മെറ്റീരിയൽ വാങ്ങിച്ചത് എന്നുകൊണ്ട്, സ്റ്റോക്ക് പർച്ചേസ് ചെയ്തുകൊണ്ടുകൊണ്ട് ഒരിക്കലും ലോസ് വരില്ല. സോ അത്തരത്തിലുള്ള എറേഴ്സ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിലുള്ള ഗ്രേ ഏരിയകൾ പോയിന്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാകുക. 20 hours ആയിരിക്കും, ലൈവ് സെഷൻസ് ആയിരിക്കും, ഞാൻ തന്നെയായിരിക്കും ഫാക്കൽറ്റി, വേറെ ആരുമല്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഈ പറഞ്ഞ കോൺസെപ്റ്റ് അത് ഒരു പൊരുളും കൂടി ഞാൻ പറഞ്ഞു തരാം മക്കളെ. ഞാൻ ഈ പറഞ്ഞ മെറ്റീരിയൽ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവച്ചു. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 30,000 രൂപയാണ്.
അത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വന്നപ്പോ ഒരു പ്രശ്നം സംഭവിച്ചു. എന്താ സംഭവിച്ചത്? ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റില് ആൾക്കാര് ഇല്ല. മാർക്കറ്റ് ആൾക്കാരുണ്ട്. 30,000 രൂപ കൊടുത്ത് ഞാൻ സ്റ്റോക്ക് കൊണ്ടുവച്ചു. പക്ഷെ ഇത് വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റ് വാല്യൂ എത്രയേ ഉള്ളൂ? ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞ എത്രയേ ഉള്ളൂ? 25,000 രൂപയേ ഉള്ളൂ. ഇതിന് വാങ്ങിക്കാണ്ടായ കോസ്റ്റ് എത്രയാ? എനിക്ക് 30,000 രൂപ കോസ്റ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇൻവെന്ററി 30,000 രൂപക്ക് ഞാൻ വാങ്ങിച്ചു, ഇൻക്ലൂഡിങ് ഫ്രൈറ്റ് ചാർജസ്. പക്ഷെ അതിന് മാർക്കറ്റിൽ വിറ്റാൽ ഇപ്പൊ എത്രയും കിട്ടാനുള്ളൂ? 25,000 രൂപയെ കിട്ടാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? മാർക്കറ്റ് പ്രൈസ് 5,000 ലോസ് വരും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കഗ്നൈസ് ചെയ്യണം. കാരണം ക്ലോസ് സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് 25,000 മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ റൂൾ എന്താ പറഞ്ഞിരിക്കുന്നത്? മാർക്കറ്റ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇൻവെന്ററി വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? അതിന്റെ ലാൻഡഡ് കോസ്റ്റ് കണ്ടുപിടിക്കണം. രണ്ടാമത് ഈ പറയുന്ന ലാൻഡഡ് കോസ്റ്റും മാർക്കറ്റിൽ നിലവിലത്തെ റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വാല്യൂ, റിയലൈസബിൾ വാല്യൂ കൂടി നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്ത് നോക്കണം. വിച്ച് എവർ ഈസ് ലോവർ എടുത്തിട്ടായിരിക്കണം എന്റെ ഇൻവെന്ററിയുടെ വാല്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. അപ്പോ വിച്ച് എവർ ഈസ് ലോവർ ഈ ഒരു കേസിൽ എത്രയാ? 25,000. അങ്ങനെയാണെങ്കിൽ എത്ര ഗ്രോസ് ലോസ് വരും? 5,000 രൂപ ഗ്രോസ് ലോസ് വരും. ആ 5,000 രൂപ ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞാൽ ആര് തരാനുണ്ട്? ഓണേഴ്സ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ സെയിം കോൺസെപ്റ്റ്. ഞാനൊരു അസറ്റ് വാങ്ങിച്ചിട്ട് അത് ഇൻസ്റ്റാളേഷൻ വരെയുള്ള കാര്യങ്ങൾ, അതായത് അത് പുട്ട് ഇൻ ടു യൂസിൽ എത്തുന്നത് വരെയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള എക്സ്പെൻസ്. ലെറ്റ്സ് സേ ഞാൻ ഇന്ത്യയിൽ നിന്ന് ഒരു അസറ്റ് വരുന്നു, 1 lakh dirhams ആണ്. അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫ്ലൈറ്റ് ചാർജസ്, ഇൻഷുറൻസ്, അതിന്റെ ജബലലി പോർട്ടിൽ വരുന്നു ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ചാർജസ്, അതിന് കൊടുക്കുന്ന കസ്റ്റംസ് ഡ്യൂട്ടി, അതിനുവേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്ന മൊഫൈക്ക് അറ്റസ്റ്റേഷൻ ചാർജസ്, അതൊക്കെ കഴിഞ്ഞിട്ട് അത് ലാൻഡ് വഴി ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് എന്റെ വെയർഹൗസിൽ എത്തുന്നു. വെയർഹൗസിൽ എത്തിയിട്ട് ഇൻസ്റ്റലേഷൻ മൂവിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നു, അതവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ആ പോയിന്റ് വരെയുള്ള എല്ലാ തരത്തിലുള്ള എക്സ്പെൻസിനും എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ശ്രദ്ധിക്കണം, അസറ്റ് വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് എന്ത് നേച്ചർ ഓഫ് എക്സ്പെൻസാ? റവന്യൂ നേച്ചർ ആണോ? ക്യാപിറ്റൽ നേച്ചർ ആണോ? ക്യാപിറ്റൽ നേച്ചർ ഓഫ് എക്സ്പെൻസ്. അപ്പൊ ക്യാപിറ്റൽ നേച്ചർ ഓഫ് എക്സ്പെൻസ് കൊണ്ടുപോയിട്ട് P&L അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫോർ ദ പർപ്പസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സിന്റെ ബേസ് റൂൾ പ്രകാരം അലോബിൾ ആണോ? നോട്ട് അലോബിൾ ആണോ? നോട്ട് അലോബിൾ. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഒരു എക്സ്പെൻസ് കൊണ്ട് P&L അക്കൗണ്ട് ഇട്ടെങ്കിൽ പെട്ടു. അപ്പൊ എന്ത് ചെയ്യണം? കോൺസെപ്റ്റുകള് ക്ലിയർ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഫ്രീ ക്ലാസ് ഒരു ഓൾമോസ്റ്റ് ടൈം കഴിയാനായി, ഒരു 1 മിനിറ്റേ ഉള്ളൂ. ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ആ ഗ്രൂപ്പിനകത്തുണ്ട്. പിന്നെ ആർക്കെങ്കിലും ക്ലാസ്സിൽ നമ്മുടെ ഗൾഫ് അക്കൗണ്ടിങ്ങിന്റെ റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ മാസം അവസാനം നെക്സ്റ്റ് മന്ത് ബിഗിനിങ്ങിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഉള്ള പ്ലാനിങ്ങിലാണ്. എനിക്കറിയാം യു എൽ സിറ്റുവേഷൻസ് ഒക്കെ വേസ്റ്റ് അല്ല, അതൊക്കെ ഒന്ന് സോൾവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബൈ ദ ടൈം എന്തായാലും ഒരു 1 മന്തിനിടക്കൊന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യാം. ഈ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ഒരു 1.5 മാസമൊക്കെ കഴിയും. ആ ഒരു പ്രിപ്പറേഷൻ ടൈം കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റൊക്കെ ഓപ്പൺ ആകും, വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടേയിരിക്കും. സോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ അറ്റൻഡിങ് ദ സെഷൻ. ബൈ. Thank you.